സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. A friend in need is a friend indeed. ആപത്തു കാലത്ത് സഹായിക്കുന്നവൻ ആണ് യഥാർത്ഥമായ സ്നേഹിതൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ അന്വേഷിച്ച സമയത്ത് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ മക്കളുടെ ഇടയിൽ ദൈവമക്കൾക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി അന്വേഷിച്ചപ്പോൾ ഒരുപാട് കുറവ് അനുഭവപ്പെട്ടു. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും നമുക്ക് എല്ലാ ക്രിസ്ത്യാനികളെയും ഈ കാലത്ത് സ്നേഹിതരാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദൈവദാസന്മാരോട് പോലും കൂട്ടുകൂടുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വിട്ടുമാറാതെ സ്നേഹിക്കുന്ന സ്നേഹിതൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സദൃശവാക്യങ്ങൾ 17:17 സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. യഥാർത്ഥ സ്നേഹിതൻ എല്ലായ്പ്പോഴും നമ്മെ സ്നേഹിക്കും. നമുക്ക് പലപ്പോഴും സീസണൽ ഫ്രണ്ട്സ് കാണും. കോളേജ് മേറ്റ്സ്, സ്കൂൾ മേറ്റ്സ്, ഓരോരോ ദേശങ്ങളിൽ, ഓരോരോ കാലങ്ങളിൽ. പലപ്പോഴും നമുക്കെല്ലാവർക്കും ഒരുപാട് കൂട്ടുകാർ ഉണ്ടായിരിക്കാം. 2 കൂട്ടുകാർ ഉള്ളതിൽ ഒരുവൻ നല്ല ഉയർന്ന നിലയിലെത്തുകയാണെങ്കിൽ ആ എളിയ കൂട്ടുകാരനുമായുള്ള സുഹൃത്ത് ബന്ധം പിന്നീട് കട്ട് ചെയ്യുന്നത് കാണാം. അത് ഒഴിവാക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തെ നാം സ്നേഹിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലോക സ്നേഹം ദൈവത്തോട് എതിരാണ്. ഈ ലോകത്തിലെ ആരോടും നാം ശത്രുത കാണിക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയെയും നാം വിദ്വേഷിക്കേണ്ട കാര്യമില്ല. എല്ലാ ജനങ്ങളെയും നാം സ്നേഹത്തോടെ ആയിരിക്കുവാൻ പരിശ്രമിക്കൂ. അതേ സമയത്ത് ആരെയും നാം അമിതമായി സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത്. എൻ്റെ സ്നേഹിതൻ എന്നെ വഞ്ചിച്ചു എന്ന് പറയുന്ന അനേകം ആളുകളെക്കുറിച്ച് ഞാൻ ഈ കാലത്ത് കേട്ടിട്ടുണ്ട്. അവനെ വിശ്വസിച്ചിട്ട് എൻ്റെ രഹസ്യങ്ങൾ എല്ലാം അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ വഞ്ചിക്കുവാൻ ഇടയായി. എനിക്കെതിരെ അവൻ തിരിയാനിടയായി. എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുവാനിടയായി. എൻ്റെ ഭാവി നശിപ്പിക്കുവാനിടയായി എന്ന് പറയുന്ന എത്രയോ ആളുകൾ ഉണ്ട്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആ ദൈവത്തെ ആണ്. സ്നേഹം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? 2 പേർ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അത് സ്നേഹമാകുന്നു. 2 മനുഷ്യർ ഒരേ അഭിപ്രായത്തിലെത്തുകയാണെങ്കിൽ അത് സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനിയെ സ്നേഹിക്കുന്നത്. അനേകം ആളുകൾക്ക് മദ്യപാനം ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് പലരും എന്നോട് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് സ്നേഹിതന്മാർ ഉണ്ടോ? അതെ എന്ന് പറയും. അവരും മദ്യപാനികളാണോ? അതെ. ആദ്യം അവരുമായുള്ള ബന്ധം നിർത്തുക. ആദ്യം ആ സ്നേഹബന്ധം ഉപേക്ഷിക്കൂ. അപ്പോൾ നിനക്ക് ഇതിനെ ജയിക്കുവാൻ കഴിയും. ഇന്ന് അനേകം ആളുകൾ ദുഷ്ടന്മാരുമായുള്ള സഹവാസം നല്ല സ്വഭാവത്തെ നശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നീ ദുഷ്ടന്മാരുമായി കൂട്ടുകൂടുവാൻ ഇടയാകരുത് എന്ന്. ഒരു വ്യക്തിയുടെ സ്വഭാവം നല്ലതല്ലാതിരിക്കുമ്പോൾ ആ വ്യക്തിയോട് സഹകരിക്കുവാൻ പാടില്ല. അവരോട് ഹായ് എന്ന് പറയരുതെന്ന് പറയുന്നില്ല, സംസാരിക്കരുത് എന്ന് പറയുന്നില്ല, അവരുടെ അടുക്കൽ പോകരുതെന്ന് പറയുന്നില്ല. എന്നാൽ അവരുടെ അടുക്കൽ നിങ്ങളുടെ മനസ്സ് വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറയരുത്. അവരുടെ മാർഗത്തിൽ, അവരുടെ പാതയിൽ നിങ്ങൾ നടക്കുവാൻ ഇടയാകരുത്. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കരുത്. ഈ കാലത്ത് അനേകം സ്നേഹിതന്മാർ ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂട്ടുകാരൻ പറഞ്ഞതാണെന്ന് പറയും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അതുകൊണ്ട് നാം കൂട്ടുകൂടുന്ന സമയത്ത് നാം അവരുടേതായ ആലോചനകൾ സ്വീകരിച്ചിട്ട് വീണുപോകാനിടയാകും. അത് വിശ്വസിച്ച് നാം വഞ്ചിക്കപ്പെടുന്നു. അവരോട് കൂട്ടുകൂടിയിട്ട് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തെ
നാം പലപ്പോഴും നശിപ്പിച്ച് കളയുന്നു. ഇവിടെ വചനം പറയുകയാണ്, യഥാർത്ഥമായ സ്നേഹിതൻ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു, കഷ്ടകാലത്ത് അവൻ നിന്നെ സഹായിക്കുന്നു. അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ യേശു കർത്താവ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ അടിമകൾ ആയിരിക്കുന്നില്ല, ദാസന്മാർ ആയിരിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ. എൻ്റെ ഹൃദയത്തിലുള്ളത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ കാര്യമെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ വേലക്കാരായി ഇരിക്കുവാൻ വേണ്ടി വന്നവർ അല്ല, നിങ്ങൾ എനിക്ക് ദാസന്മാർ അല്ല, നിങ്ങൾ സ്നേഹിതരാണ്. നിങ്ങൾ എൻ്റെ വാക്കു കേട്ടാൽ എൻ്റെ സ്നേഹിതന്മാരാകും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ ആഗ്രഹമുണ്ട്. എന്താണ്? ആരെങ്കിലും പ്രധാനമന്ത്രിയോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കാതിരിക്കുമോ? എന്താണ്? പ്രധാനമന്ത്രി നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ നാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ അത് നല്ലതാണോ അല്ലയോ? എത്ര സന്തോഷമാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ സ്നേഹിതരാണെങ്കിൽ അത് എത്ര സന്തോഷകരമായിരിക്കും. എന്നാൽ ദൈവം പറയുന്നു, എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിച്ചാൽ, എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും ഒരുമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹിതനായിരിക്കും. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, ദൈവം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് മുഖാമുഖം സംസാരിക്കാനിടയായി. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി. ഒരുത്തൻ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. ദൈവം തൻ്റെ പദ്ധതികളെയും തൻ്റെ ഉദ്ദേശങ്ങളെയും തൻ്റെ കൽപ്പനകളെയും തൻ്റെ ഇഷ്ടങ്ങളെയും മോശയോട് ദൈവം പറയുകയാണ്. ദൈവം മോശയോട് അത്രമാത്രം അടുക്കുവാൻ ഇടയായി. മോശയ്ക്ക് വേറെ സ്നേഹിതന്മാരില്ല. ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ദൈവത്തെ സ്നേഹിക്കുവാൻ ആരംഭിച്ചു, ദൈവത്തോട് സംസാരിക്കുവാൻ ആരംഭിച്ചു. ഇന്ന് അനേകം ആളുകൾ മണിക്കൂറുകളോളം അനേകം സ്നേഹിതന്മാരോട് സംസാരിക്കാറുണ്ട്, ലോകക്കാരോട് സംസാരിക്കുന്നു. ഒരുപാട് സമയം ചിലവഴിച്ചുകൊണ്ട് അവർ കൂട്ടുകാരോടും മറ്റും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാം. അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചിലർ കിടക്കയിൽ കിടന്നുകൊണ്ട് നേരം വെളുക്കുന്നതുവരെ, കോഴി കൂവുന്നതുവരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്തൊരു ഫ്രണ്ട്ഷിപ്പാണത്! എന്താണ് ഇത്രമാത്രം സംസാരിക്കുന്നത് അറിയാൻ കഴിയില്ല. എന്നാൽ എത്ര ആളുകൾ ദൈവത്തോടൊപ്പം സഹവസിക്കുന്നുണ്ട്, ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു സ്നേഹിതനോട് പറയാനുള്ള ആഗ്രഹം സാധാരണ ഉണ്ടാകുന്നു. എന്നാൽ എത്ര ആളുകൾക്ക് ദൈവത്തോട് പറയണം എന്നുള്ള ആഗ്രഹം? എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് പരിഹാരം ചോദിക്കണം, എൻ്റെ സ്നേഹിതനോട് ചോദിക്കണം. എന്നാൽ എത്ര ആളുകൾ കർത്താവിനെ നിങ്ങളുടെ സ്നേഹിതനാക്കിയിട്ട് അവനോട് നിങ്ങൾ ചോദിക്കാറുണ്ട്? ഇത് നിന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിന്റെ സ്നേഹിതൻ, നിന്റെ ഉറ്റ സ്നേഹിതൻ, ഏറ്റവും അടുത്ത സ്നേഹിതൻ കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം. പറയുകയാണെങ്കിൽ എനിക്ക് ആരും സ്നേഹിതന്മാരില്ല, എനിക്ക് ലോകത്തിൽ സ്നേഹിതന്മാരില്ല, ഞാൻ എല്ലാവരോടും സ്നേഹത്തോടു കൂടിയാണ്, എല്ലാവരോടും ഞാൻ ഒരുപോലെ സഹകരിക്കും, എല്ലാവരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാം ചെയ്യും. ഒരു തവണ കണ്ടിട്ട് അടുത്ത തവണ കാണുമ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്നേഹിതനെ പോലെ തന്നെ കാണും. എന്നാൽ ആരോടും ഞാൻ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കില്ല, ആരെയും ഞാൻ ആശ്രയിക്കുവാൻ വേണ്ടി പോകില്ല. എൻ്റെ പ്രധാന സ്നേഹിതൻ കർത്താവാണ്. കർത്താവ് നമ്മുടെ സ്നേഹിതൻ ആയിരിക്കുമ്പോൾ കർത്താവ് വലിയൊരു കാന്തം ആണ്. ആ കാന്തത്തിലേക്ക് നാം അടുക്കുന്നതായ സമയത്ത് അതിൽ ചേർന്നിരിക്കുമ്പോൾ ഇരുമ്പ് കമ്പികളാണ് നാം തുരുമ്പിച്ച ഇരുമ്പ് കമ്പികളാണ്. എന്നാൽ അവൻ കാന്തമാണ്. നാം അതിനോട് ചേർന്നിരിക്കുമ്പോൾ നിന്റെ ചുറ്റും ഒരു ഇരുമ്പ് കമ്പിയുടെ ചുറ്റും ഒരു 10 ചെറിയ ചെറിയ പിന്നുകൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എല്ലാം എന്തിനോട് ചേർന്നിരിക്കും? ഇരുമ്പ് കമ്പിയോട് ചേർന്നിരിക്കും. കാരണം എന്താണ്? ആ ഇരുമ്പിന് എന്തിനോട് ബന്ധമുണ്ട്? ആ ഇരുമ്പ് കമ്പിയെ കാന്തത്തിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഈ പിന്നുകളെല്ലാം ഇരുമ്പ് കമ്പിയിൽ തന്നെ ചേർന്നിരിക്കുമോ? അതും താഴ്പ്പും. എന്താണ്? നീ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നിന്റെ ചുറ്റുമുള്ള ആളുകൾ നിന്നെ സ്നേഹിക്കാനിടയാകും. നിന്റെ അടുക്കൽ വന്നിട്ട് നിന്നോട് ചോദിക്കും, നിന്നോട് സംസാരിക്കും, അഭിപ്രായം ചോദിക്കും, പ്രാർത്ഥന ആവശ്യപ്പെടും. അത് നിന്നിലുള്ള മഹത്വം കൊണ്ടല്ല, നീ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നത് കൊണ്ടുള്ള മഹത്വം ആണ്. അതുകൊണ്ട് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തി എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരോടൊപ്പം സഹകരിക്കും.
എല്ലാവരെയും ഇഷ്ടപ്പെടുവാനിടയാകും. ദേഷ്യമുണ്ടാകില്ല, ശത്രുക്കൾ കാണില്ല. എപ്പോഴാണോ നമ്മുടെ കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ഇരിക്കുന്നത്, അവനോട് പിതാവ് പറഞ്ഞ ആലോചനകളെല്ലാം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് അവരെ സ്നേഹിതന്മാർ ആക്കിയതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ ദാസന്മാരാകട്ടെ, അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശ്വാസികളാകട്ടെ, അവൻ്റെ സ്നേഹിതന്മാർ ആയിരിക്കണമെന്ന്, നമ്മോട് സംസാരിക്കണമെന്ന് നാം എത്രമാത്രം ദൈവത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആദിയിൽ ആദാമിനെയും ഹവ്വായെയും അവൻ സൃഷ്ടിച്ചു. എന്തുകൊണ്ടെന്നാൽ അവരോടൊപ്പം സഹവസിക്കുവാൻ, അവരെ സ്നേഹിക്കുന്നതിനു വേണ്ടി. പാപത്താൽ അവർ അത് നഷ്ടപ്പെടുത്തി. എന്നാൽ ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിൽ കൂടി ദൈവത്തോട് ബന്ധം ഉണ്ട്. അബ്രഹാമിനെ കുറിച്ചും ഇവിടെ എഴുതിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം അവസാന ഭാഗത്ത്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അവനത് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ. ആരാണ് ദൈവത്തിന്റെ സ്നേഹിതൻ? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. മോശ, ദൈവം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് സംസാരിക്കാനിടയായി. ഇന്ന് നമ്മുടെ സ്നേഹിതൻ ആരാണ്? ആരോടാണ് നാം സംസാരിക്കുന്നത്? ആരെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്? ആരെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്? ആരുടെ ആലോചന പ്രകാരം നാം ചെയ്യുന്നു? ഇന്ന് അനേകം ആളുകൾ കൂടാറുണ്ട്. ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും. വിവാഹത്തിന് മുൻപ് ഇങ്ങനെയുള്ളതായ ഫ്രണ്ട്സ്, ഓപ്പോസിറ്റ് സെക്സിലുള്ളതായ ഫ്രണ്ട്സ്, അത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പല്ല, അത് ലസ്റ്റാണ്, അത് വചനത്തിന് വിരുദ്ധമാണ്. വിവാഹത്തിന് മുൻപ് തന്നെ യൗവനക്കാർ സ്നേഹബന്ധത്തിൽപ്പെട്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു, വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു, നല്ല സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്നു. എന്നിട്ടത് പ്രേമമെന്ന് പറയുന്നു, വഞ്ചിക്കപ്പെടുന്നു, നഷ്ടപ്പെടുന്നു. പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ വ്യക്തികൾ എത്ര പേരുണ്ട്? വിവാഹം കഴിക്കാമെന്ന് വാക്ക് നൽകി എന്നെ നശിപ്പിക്കാനിടയായി, എന്നെ പറഞ്ഞ് പറ്റിച്ചു കളഞ്ഞെന്ന് പറയുന്ന സ്ത്രീകളുമുണ്ട്, അതുപോലെ പുരുഷന്മാരുമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരെ ഇപ്പോൾ വഞ്ചിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ചില ആൺകുട്ടികളെ വഞ്ചിക്കുന്നതായ പെൺകുട്ടികൾ, അവർ കരയുന്നത് പെൺകുട്ടികൾ പോലും അങ്ങനെ കരയില്ല. സത്യമാണത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയാൽ വഞ്ചിക്കപ്പെടുമ്പോൾ അവൻ കരയുന്ന കരച്ചിൽ എത്ര വേദനാജനകമാണെന്ന് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും, ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ശിംശോൻ അത്ര ബലവാനാണ്, എത്രമാത്രം അവൻ കരയുവാനിടയായി. ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞ് അവന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കുവാൻ, ഒരുപാട് കരയുവാൻ ഇടയായി. തെറ്റായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കരുത്. ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും എനിക്കുണ്ടെന്ന് പറയരുത്. ബോയ്സ് ബോയ്സിനോടും ഗേൾസിനോടും മാത്രമേ കൂട്ടുകൂടാവൂ എന്ന് ഞാൻ ഒരിക്കൽ പറയുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് അങ്ങനെ പറയുവാൻ കഴിയില്ല. ഇന്ന് ലോകം എങ്ങനെ ആയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ബോയ്സിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പരിധി വിട്ടിട്ട് സെക്ഷൽ ലൈഫിലേക്ക് പോയിട്ട് ഹോമോസെക്ഷൽ ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അതുപോലെ ആൺകുട്ടികൾ തമ്മിലും അതുപോലെ പെൺകുട്ടികൾ തമ്മിലും. ഞങ്ങൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പാപം ചെയ്യുന്നില്ല, തെറ്റായ സ്നേഹബന്ധം അല്ല എന്ന് പറഞ്ഞ് അമിതമായി സ്നേഹത്തിൽ ഏർപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ ദോഷം ചെയ്യുന്നവരായി മാറുന്നു. നമ്മൾ ജാഗ്രതരായിരിക്കും. ആരോടുമൊപ്പം അധികം സമയം ചിലവഴിക്കരുത്. തെറ്റായ രീതിയിൽ ആരുമായും കൂട്ടുകൂടാൻ പാടില്ല. യേശുക്രിസ്തുവുമായി മാത്രം ശരിയായ സ്നേഹബന്ധം പുലർത്തുക. അതെന്നും നിലനിൽക്കും. അത് പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്. ദൈവത്തോട് നാം കൂട്ടായ്മ ആചരിക്കുന്നതായ സമയത്ത് മുഖാമുഖമായി അവനോട് നമുക്ക് സംസാരിക്കുവാൻ കഴിയും. 6 മാസം അവനോട് നാം സഹവാസം അനുഭവിച്ചാൽ അവനിലെ നന്മയും അവനിലുള്ള സ്വഭാവ ഗുണങ്ങളും അവനിലുള്ള വിശുദ്ധിയും കർത്താവിനോടൊപ്പം സഹവസിക്കുന്ന വ്യക്തികൾ കർത്താവിനെ പോലെയായി മാറുന്നു. കർത്താവിൻ്റെ മനസ്സറിയാൻ കഴിയും, കർത്താവിൻ്റെ ഭാരത്തെക്കുറിച്ച് അറിയാൻ കഴിയും. കർത്താവുമായി എപ്പോഴും അടുപ്പമുള്ളവനായിരിക്കും. ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം ഇന്ന് കർത്താവിനെ സ്നേഹിക്കുവാൻ വേണ്ടി പഠിക്കേണ്ടതാണ്. നിങ്ങൾ കൂട്ടുകൂടിയ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂട്ടുകൂടാനിടയായത്? പറയൂ. നിങ്ങൾക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടെന്ന് ആദ്യം പറഞ്ഞുവല്ലോ. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്? കോഫി ഹൗസിലാണോ? എവിടെയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആരംഭിച്ചത്? എല്ലാ ദിവസവും ഒരുമിച്ചാണ് കോളേജിൽ പോകുന്നത്, അങ്ങനെയാണ് ആരംഭിച്ചുവെന്നാണോ?
ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്, അങ്ങനെ ആരംഭിച്ചു എന്നാണോ? ഒരു ദിവസം ക്രിക്കറ്റിന്റെ സ്കോർ അറിയാൻ വേണ്ടി ഫോൺ ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ അവൻ്റെ ക്രിക്കറ്റ് ഫ്രണ്ട് ആയി മാറിയത്. പറയൂ, അയാൾ എന്നെ ചീത്ത വിളിച്ചു, അന്നു മുതൽ ഞാൻ അവനുമായി ഫ്രണ്ട്ഷിപ്പായി എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അവൻ എന്നെ തല്ലാനിടയായി, അന്നു മുതൽ ഞാൻ അവൻ്റെ ഫ്രണ്ടായി മാറി എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? അവൻ എന്നെ ശാസിക്കുകയുണ്ടായി, അന്നു മുതൽ അവനോട് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നി, അങ്ങനെയാണ് അവൻ എൻ്റെ ഫ്രണ്ടായി മാറിയെന്നാണോ? അങ്ങനെയുള്ളവരോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 1000 ഉമ്മകൾ തരുമെന്നാണ് പറയുന്നത്. എന്താണ്? പകയുള്ളവൻ എണ്ണമില്ലാത്ത ചുംബനങ്ങൾ നൽകുന്നു. നിനക്ക് ചുംബനം തന്നിട്ട് നിന്നെ കുഴിയിൽ വീഴ്ത്തുവാൻ ഇടയാകും. ജാഗ്രത. പകയുള്ളവൻ നിന്നെ വീഴ്ത്തുന്നതിന് വേണ്ടി നിന്നോടവൻ സ്നേഹം നടിക്കാനിടയാകും. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു തരും. നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നത് വലിയ കാര്യം ഒന്നുമല്ല. നിന്നെ പുകഴ്ത്തുന്നവരെ സ്നേഹിക്കുകയാണെങ്കിൽ അതൊരു സ്നേഹമല്ല. നിന്റെ തെറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നീ സ്നേഹിച്ചാൽ അത് റോങ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദുഷ്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കുന്നവനാണ്, അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടായത് എന്ന് പറയുന്നവർ അനേകം പേരുണ്ട്. ഹൃദയത്തിനുള്ളിൽ വെറുക്കുന്നതിനേക്കാൾ തുറന്ന് ശാസിക്കുന്നത് നല്ലത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവൻ വേദനിപ്പിക്കുകയില്ല. പകയുള്ളവൻ എണ്ണമില്ലാത്ത. ഇനിയും വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇന്ന് അനേകം ആളുകൾ ചെയ്യുന്നതായ ഫ്രണ്ട്ഷിപ്പ് പകയോട് കൂടിയുള്ളതാണ്, ഉപയോഗമില്ലാത്ത രീതിയിലുള്ളതാണ്. നിന്നെ ശാസിക്കുന്നവനോട് നീ ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ അതാണ് കറക്റ്റ് ഫ്രണ്ട്ഷിപ്പ്. എന്തുകൊണ്ടാണ് നിന്റെ ഫ്രണ്ട്ഷിപ്പ് കട്ടായിപ്പോയത്? എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കട്ടായിപ്പോയി എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് കട്ടായിപ്പോയത്? എന്നോട് കൂടി അവൻ കൂടാത്തത് കൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് കട്ടായിപ്പോയത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നതായ സ്നേഹിതൻ, നിന്നെ ഉപദേശിക്കുന്നതായ സ്നേഹിതൻ, ആവശ്യമെങ്കിൽ നിന്നെ ശാസിക്കുന്നതായ സ്നേഹിതൻ, അതാണ് യഥാർത്ഥമായ സ്നേഹിതൻ. ഇന്നുള്ള മനുഷ്യർക്ക് യഥാർത്ഥമായ സ്നേഹിതർ ഇല്ല. സീസണൽ ഫ്രണ്ട്ഷിപ്പ്. യഥാർത്ഥമായ സ്നേഹിതൻ എല്ലായ്പ്പോഴും സ്നേഹിക്കും. നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിനക്ക് അഴകുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിനക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ചിലർക്ക് ഫ്രണ്ട്ഷിപ്പ് ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ്. ചിലർക്ക് ഫ്രണ്ട്ഷിപ്പ് പണം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്. ചില ആളുകൾ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് നിന്നിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. നീ അത് മനസ്സിലാക്കുന്നുണ്ടോ? നീ വഞ്ചിതനാകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിനക്ക് നഷ്ടമുണ്ടാകുമ്പോൾ നീ ഇത് മനസ്സിലാക്കുന്നു. നിനക്ക് നന്മ ആഗ്രഹിക്കുന്ന സ്നേഹിതൻ, നീ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് മനസ്സിലാക്കുവാൻ, ശാസിക്കുന്നതിനായി, നിന്റെ തെറ്റുകൾ നിനക്ക് പറഞ്ഞു തരുവാൻ കഴിയുന്നതായ സ്നേഹിതൻ നിനക്കുണ്ടെങ്കിൽ അത് എത്ര നന്മയാണ്. സാധാരണ നമ്മുടെ തെറ്റുകൾ നാം ഒരിക്കലും സമ്മതിക്കില്ല. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ ആരാണെന്ന് നാം തിരിച്ചു ചോദിക്കും. ഇത് തെറ്റാണ്, ഈ ട്യൂൺ തെറ്റാണ്, നീ പാടിയത് തെറ്റാണ്, നീ പറഞ്ഞത് തെറ്റാണ്, നീ ചെയ്ത കാര്യം തെറ്റാണ് എന്ന് ആരെങ്കിലും നിന്നോട് പറയുകയാണെങ്കിൽ പിന്നെ അവൻ്റെ അടുക്കിലേക്ക് പോവുകയേയില്ല. 2 ദിവസത്തിന് അങ്ങോട്ട് പോവുകയില്ല. അവനെനിക്ക് തടസ്സം നിൽക്കുന്നു. ഈ യഥാർത്ഥമായ സ്നേഹിതനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നോട് അവൻ അസൂയയാണ്, ഞാൻ വളർന്നു പോകുമോ എന്ന്, എനിക്ക് നന്മയുണ്ടാകുമോ എന്ന് ഭയന്ന് എനിക്ക് വേണ്ടി അവൻ തടസ്സം നിൽക്കുകയാണ്. എന്നോടുള്ള അസൂയ കൊണ്ടാണ് ഇത് പറയുന്നത് എന്നാണ് വിചാരിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം നീ ഒരിക്കലും മനസ്സിലാക്കുന്നതേ ഇല്ല. യഥാർത്ഥമായ സ്നേഹിതനായ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഇന്ന് അനേകം ആളുകളും എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ വേണ്ടി മടി കാണിക്കുന്നത്? പറയൂ, എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ സ്നേഹിതരാകാൻ വരുന്നില്ല? ഈസിയായിട്ട് മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ ട്രാപ്പുകളിൽ അവർ പെട്ടുപോകാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് അവർ വരുന്നില്ല? അവൻ വെളിച്ചമാണ്. വെളിച്ചത്തിലേക്ക് വരികയാണെങ്കിൽ നിന്റെ കാര്യങ്ങൾ നിനക്ക് കാണാൻ കഴിയും. നിന്റെ ദുഷ്ടത വെളിയിൽ വരുവാനിടയാകും. കർത്താവിനെ നീ രക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ, കർത്താവിനെ നീ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ, നിന്റെ മനസ്സാക്ഷി നിനക്ക് ശാസിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിനക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും. നിന്റെ ജീവിതം നിനക്ക് ക്രമപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് അനേകം ആളുകൾ കർത്താവിലേക്ക് വരില്ല. വേറൊരു കൂട്ടുകാരനുണ്ടെന്ന് പറയും. അതാരാണ്? നമ്മുടെ ആളെന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ കഴിയും. ഏത് ദേശക്കാർക്കും ഏത് ഭാഷയുള്ള വ്യക്തിയാണെങ്കിലും അറിയാൻ കഴിയും. നമ്മുടെ ആളെന്ന് പറയുമ്പോൾ അതാരാണ്? എനിക്കറിയാം. ആരാണവൻ? നിങ്ങളുടെ ആള്.
നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ ഒറിജിനൽ ഫ്രണ്ട് ഹൗവ അവനോടൊപ്പം കൂട്ടുകൂടാനിടയായി. സംസാരത്തിൽ കൂടിയാണ് കൂട്ടുകൂടൽ ആരംഭിക്കുന്നത്. സംസാരം തുടങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സ് കൈമാറുവാൻ ആരംഭിക്കും. എന്നിട്ട് അവർ ഒരുമിച്ച് മുൻപോട്ട് പോകും. അതുകൊണ്ടാണ് എല്ലാവരോടും നീ പറയരുത്. അനാവശ്യമായി നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിയോട് നീ പറയേണ്ടതായ ആവശ്യമില്ല. എന്തിനു വേണ്ടിയാണ് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയുന്നത്? ഒരു സ്നേഹിതനെയും വിശ്വസിക്കരുത്. ഒരു സ്നേഹിതനെയും വിശ്വസിക്കരുത്. വായിക്കാം മീഖ 7-ാം അധ്യായം 5-ാം വാക്യം. വായിക്കാം, കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതരിൽ ആശ്രയിക്കരുത്. ഒരു സ്നേഹിതനെയും വിശ്വസിക്കുവാൻ പാടില്ല. നിന്റെ അടുത്ത കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല. എത്രയോ അടുത്ത സ്നേഹിതന്മാർ സഹായിക്കാമെന്ന് പറഞ്ഞ് ദ്രോഹം ചെയ്യാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്. അറിയാമോ? യേശുവിനെ വിശ്വസിക്കുക. അവൻ നിനക്ക് വേണ്ടി ജീവൻ നൽകുവാനും തയ്യാറാണ്. ജീവൻ നൽകിയിരിക്കുന്നു. അവൻ നിന്റെ സങ്കടങ്ങളെല്ലാം കേട്ടിട്ട് നിന്നെ തള്ളിക്കളയുകയില്ല. മകളെ, ആരും നിന്നെ ഉപദ്രവിച്ചില്ലയോ? ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. അവൻ നമ്മുടെ അവസ്ഥകളെ കണ്ടിട്ട് ദയ കാണിക്കുന്നവനാണ്. നോക്കുക, ഈ കാലത്ത് സ്നേഹിതരെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടവർ എത്രയോ ആളുകളുണ്ട്. ജീവിതം നശിപ്പിച്ചവർ എത്രയോ ആളുകളുണ്ട്. ഭാവി നശിപ്പിച്ചവർ എത്രയോ പേരുണ്ട്. വിദ്യാഭ്യാസം നശിപ്പിച്ചവർ എത്രയോ ആളുകളുണ്ട്. ദുശീലങ്ങൾക്ക് അടിമയായിട്ട്, ദുഷ്ട പ്രവർത്തനങ്ങൾക്ക് അടിമയായി മാറിയിരിക്കുന്നതായ എത്രയോ ആളുകളുണ്ട്. തകർന്നു പോയവർ എത്രയോ പേരുണ്ട്. നീ ദൈവ പൈതലാണെങ്കിൽ ദൈവത്തോട് നീ കൂട്ടുകൂടൂ. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും ആരാണ്? നിന്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ നിനക്കാരാണ്? നിന്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ നിന്റെയും കൂട്ടുകാരൻ. എന്താണ്? നാം കൂട്ടുകൂടേണ്ടത് ആരോടാണ്? നമ്മുടെ കർത്താവിനോടും ആ കർത്താവിനെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ മക്കളോടും കൂടി ആകുന്നു. ദൈവത്തിൻ്റെ മക്കളോട്. നിനക്കൊരു പ്രാർത്ഥനാ ഫ്രണ്ട് ഉണ്ടോ? ഇന്നു മുതൽ നിനക്ക് ഒരു പ്രാർത്ഥനാ കൂട്ടുകാരൻ ഉണ്ടായിരിക്കണം. നിന്റെ ഭാരങ്ങൾ ആ സ്നേഹിതനോട് നീ പറയുക. അവൻ്റെ ഭാരങ്ങൾ നിന്നോടും പറയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോണിൽ കൂടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഭാരങ്ങളും മാത്രമേ നിങ്ങൾ സംസാരിക്കുവാൻ പാടുള്ളൂ. ആർക്കെങ്കിലും ബൈബിൾ ഫ്രണ്ട് ഉണ്ടോ? മദ്യപിക്കുന്നവർ ഒരിക്കലും ഒറ്റയ്ക്ക് പോകാറില്ല. മദ്യപിക്കുവാൻ പോകുമോ? ഒറ്റയ്ക്ക് പോകുമോ? ആരെങ്കിലും ഒരുത്തിനെ ഫോൺ വിളിച്ചിട്ട് വരൂ ഇന്നൊരു പെഗടിക്കാം, നമുക്ക് കൂടാം. എൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഞാൻ വാങ്ങിത്തരാമടാ, ഞാൻ ഉണ്ടല്ലോ, പിന്നെന്താണ്? പിന്നെന്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളോട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ പാടില്ല? നമുക്ക് ബൈബിൾ വായിക്കാൻ വരൂ, ബൈബിൾ നമുക്ക് പഠിക്കാം വരൂ. നിങ്ങളങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ ഫ്രണ്ട്സായി മാറും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നോക്കൂ, ഇതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. എൻ്റെ കയ്യിൽ ഇതില്ല എങ്കിൽ എൻ്റെ ആയുധം എവിടെയെന്ന് ഞാൻ വളരെ വിഷമിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബൈബിളാണ്. എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ബൈബിളിലേക്ക് തിരിയും. എനിക്ക് എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ ബൈബിളിലേക്ക് ഞാൻ തിരിയും. എനിക്ക് ദുഃഖമുണ്ടായാൽ ഞാൻ ബൈബിളിൽ ആശ്രയിക്കുവാൻ ഇടയാകും. ഞാൻ ബൈബിളിനെ ഒരുപാട് സ്നേഹിക്കുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ ഒരുപാട് ആശ്രയിക്കുന്നു. അവനോട് കൂട്ടായ്മ ആചരിക്കുന്നു. ബൈബിൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. ദൈവത്തോട് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കൂ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എപ്പോഴും വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായ് തുറന്നാൽ വായിൽ നിന്ന് എന്തു വരുമെന്ന് അറിയാമോ? വചനമായിരിക്കും വരുന്നത്. വചനത്തെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും. ചീത്ത പറയുന്ന വ്യക്തിയോട് കൂട്ടുകൂടുകയാണെങ്കിൽ നാം എന്താണ് സംസാരിക്കുന്നത്? ചീത്തത്തരമായിരിക്കും. നീ എന്താണോ കേൾക്കുന്നത് അതായിരിക്കും സംസാരിക്കുന്നത്. അതാണ് ബധിരനും മൂകനുമെന്ന് പറയുന്നത്. കാരണം അവർ കേട്ടെങ്കിൽ മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയൂ. നിനക്ക് വായിക്കൊരു കുഴപ്പവുമില്ല എങ്കിലും കേൾക്കാൻ കഴിയാത്തവർക്ക് സംസാരിക്കുവാൻ കഴിയില്ല. നമുക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ നാം കേൾക്കണം. നീ ബൈബിൾ വായിക്കുമ്പോൾ നിനക്കത് കേൾക്കണം. നിന്റെ ഹൃദയത്തിൽ അത് ആഴമായി പതിയേണ്ടതാണ്. യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ ദിവസം നാം നമ്മുടെ കർത്താവായ യേശുവിനോട് നമുക്ക് കൂട്ടുകൂടാം. ആ കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. നമുക്ക് വേണ്ടി രക്തം തന്ന യേശുവിനെ പോലെ
ഒരു സ്നേഹിതനും നമുക്ക് വേണ്ടി പ്രാണൻ നൽകിയിട്ടില്ല. ഈ പ്രാണപ്രിയനായ കർത്താവിനെ, ഈ ക്രിസ്തുവിനെ നമ്മുടെ കൂട്ടുകാരനാക്കാം. ആരോടെങ്കിലും നിങ്ങൾ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്താൽ ആ ഫ്രണ്ട്സിന് ഈ ഫ്രണ്ടിനെ, ഏത് ഫ്രണ്ട്? നിന്റെ ഫ്രണ്ടായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തൂ. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫ്രണ്ട്സിനെ ഈ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. പറയൂ. ഒറ്റയാനെ പോലെ നാം ജീവിക്കരുത്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ ഫ്രണ്ട്സിന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തണം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ ഒന്ന് നോക്കണമേ. ലോകത്തെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. പിശാചിനെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടായി. ഇന്നു മുതൽ നീ മാത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥമായ സ്നേഹിതൻ, എല്ലായ്പ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നതായ സ്നേഹിതൻ, ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങളോട് ദയ കാണിക്കുന്നതായ സ്നേഹിതൻ, ഞങ്ങളുടെ പാപത്തിനു വേണ്ടി നിന്റെ പ്രാണൻ നൽകിയ സ്നേഹിതൻ, നിന്റെ രാജ്യത്തിൽ ഞങ്ങൾ ചേരുന്നതുവരെയും ഞങ്ങളെ ഉപേക്ഷിക്കാതെ നടത്തുമെന്ന് പറഞ്ഞ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ നാമത്തെ ധരിച്ച ഞങ്ങൾ നിന്നെ മാത്രം സ്നേഹിതനാക്കി മാറ്റിയിരിക്കുന്നു. നിന്റെ മക്കളെ സ്നേഹിതരാക്കുവാൻ, നിന്റെ വിശ്വാസികളെ സ്നേഹിതരാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അബ്രഹാം നിന്റെ സ്നേഹിതൻ ആയിരുന്നു. ആ അബ്രഹാമിനെ ഞങ്ങൾ സ്നേഹിക്കേണ്ടവരാണ്. അബ്രഹാമിനെ കുറിച്ച് നിന്റെ വചനത്തിൽ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവൻ എങ്ങനെ നിന്റെ സ്നേഹിതനായെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയും. മോശയോട് നീ സ്നേഹിതനെ പോലെ സംസാരിച്ചു. അങ്ങനെയുള്ള അനുഭവം എനിക്കും ഉണ്ടാകണം. നീ ശിഷ്യന്മാരെ അന്ന് എങ്ങനെയാണ് കണ്ടത്? നിന്റെ സ്നേഹിതരായി അവരെ കണ്ടിട്ട് നിന്റെ പദ്ധതികളെല്ലാം തന്നെ നീ അവർക്ക് പറഞ്ഞു കൊടുത്തു. കർത്താവേ, ഈ ദിവസം നിന്നോട് കൂട്ടുകൂടിയിട്ട് ഉന്നതമായ കാര്യങ്ങൾ അറിയുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. ലോക സ്നേഹത്തിൽ നിന്ന് വിടുവിക്കൂ. പാപ സ്നേഹത്തിൽ നിന്ന് വിടുവിക്കൂ. പാപികളുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കൂ. പിതാവേ, പാപം ചെയ്യുന്നതായ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴേ പാപത്തിൽ അകപ്പെട്ടു പോയ അനേകം ആളുകളെ ആ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കണം. ഈ ദിവസം മുതൽ ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. അവൻ ദൈവത്തിന്റെ സ്നേഹിതനായതുപോലെ നിന്നോട് കൂടെ നടന്ന നിന്റെ സ്നേഹിതരായി സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറേണ്ടതിന് ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.